ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 സെപ്റ്റംബർ മാസം 9-ാം തീയതി തിങ്കളാഴ്ച ദിവസം 1200-ാം ആണ്ട് ചിങ്ങമാസം 24-ാം തീയതി ഇന്ത്യൻ തീയതി ഭാദ്രപദ മാസം 18-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:16 അസ്തമയം വൈകുന്നേരം 6:23 നാളത്തെ തിഥി ഷഷ്ഠി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3:31 അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച വൈകുന്നേരം 6:05 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ വിശാഖ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വിശാഖ നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. അതുപോലെ തന്നെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ തുലാക്കൂറിലും അവസാനത്തെ ഒരു പാദം വൃശ്ചികക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അതിൻ്റെ അവസാനത്തെ ഒരു പാദ സമയം എന്ന് പറയുന്നത് തിങ്കളാഴ്ച 12:05 മുതൽ നക്ഷത്രം തീരുന്ന സമയമായ തിങ്കളാഴ്ച വൈകുന്നേരം 6:05 വരെയുള്ള സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. വിശാഖ നക്ഷത്രപ്രകാരം നാളെ തിങ്കളാഴ്ച ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് ചതയം, പൂരുട്ടാതി, അത്തം, പൂരം, പുണർദം, പൂയം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വിശാഖ നക്ഷത്രപ്രകാരം നാളത്തെ ദിവസം അനുകൂലമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നത് ചതയം, പൂരുട്ടാതി, അത്തം, പൂരം, പുണർദം, പൂയം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ഉത്രം, ചിത്തിര, മകം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം തിങ്കളാഴ്ച ദിവസമാണ്. ചന്ദ്രൻ എന്ന് പറയുന്നൊരു ഗ്രഹത്തിൻ്റെ ദിവസമാണ്. ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ആ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ഉത്രം, ചിത്തിര, മകം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നുള്ളതാണ്. 100% വന്നു ചേരുമെന്നല്ല, ഏതെങ്കിലും വിധത്തിലുള്ള മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അക്കാര്യത്തിലൊരു ശ്രദ്ധ വേണം. അറിഞ്ഞുകൊണ്ട് പോയി ആപ്പിൽ ചാടരുത് എന്നാണ് ജ്യോതിഷം പറയുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. ഇനി നാളെ തിങ്കളാഴ്ച ദിവസമാണ്. നല്ല ഒരു ദിവസമാണ്, ചന്ദ്രൻ്റെ ദിവസമാണ്. ഷഷ്ഠി തിഥിയാണെങ്കിലും ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞു തരാം. തിങ്കളാഴ്ച ദിവസം രാവിലെ 6:16 മുതൽ 7:46 വരെ ശുഭസമയമാണ്. പിന്നീട് 10:46 മുതൽ ഉച്ചകഴിഞ്ഞ് 3:16 വരെയും ശുഭസമയമാണ്. ഈ സമയം നോക്കി നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ ജീവിത വിജയം ഉണ്ടാവുമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ, അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ, ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ശുഭസമയം നോക്കി തിങ്കളാഴ്ച ദിവസം രാവിലത്തെ 6:16 മുതൽ 7:46 വരെയുള്ള സമയവും പിന്നീട് 10:46 മുതൽ ഉച്ചകഴിഞ്ഞ് 3:16 വരെയുള്ള സമയവും തിരഞ്ഞെടുക്കുക എന്നാണ് ജ്യോതിഷം ആഗ്രഹിക്കുന്നത്. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. നാളത്തെ തീയതി 9, ഏതൊരു മാസത്തെയും ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് സംഖ്യാശാസ്ത്രം പറയുന്നത്. നാളത്തെ തീയതി അപ്രകാരം 9 അപ്പോൾ ഏതൊരു മാസത്തെയും 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ 9 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട ഉത്തമമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ പേരിലുള്ളവർ മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴാണെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. അപ്പോൾ നാളത്തെ ദിവസം 9, ഏതൊരു മാസം 9, അതുപോലെ തന്നെ 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണെന്ന് പറയുന്നു. അവരുടെ പേരിൽ AIJQY എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ പേരിൽ AIJQY എന്നീ അക്ഷരങ്ങളുള്ളവർ മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടി ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നും പറയുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഫോളോ ചെയ്യുക എന്നാണ് പറഞ്ഞു തരുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക.
ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. പ്രിയപ്പെട്ടവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി എല്ലാ ദിവസവും കേൾക്കുക. ചില ദിവസം അത്യന്താപേക്ഷിതമായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ താമസിച്ചു പോകുന്നു. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ചിലർക്കൊക്കെ മിസ്സായി പോകുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വിഷമിക്കുന്നുണ്ട്. കാരണം വളരെ അത്യന്താപേക്ഷിതമായ ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അത് പ്രിയപ്പെട്ടവർ സശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക, ശ്രദ്ധയോടുകൂടി കേട്ടതിനെ അംഗീകരിക്കുക. കാരണം എൻ്റെ ഒരു പ്രയാസമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്താണ് വീഡിയോ നേരത്തെ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് സദയം ക്ഷമിക്കുക. ഇന്നലെയും വീഡിയോ താമസിച്ചാണ് പബ്ലിഷ് ചെയ്തത്, ഇന്നും വീഡിയോ താമസിച്ചാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ വളരെയേറെ ശ്രദ്ധിക്കാം. അതുപോലെ വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുമ്പോഴാണ് അങ്ങനെ സമയം കിട്ടാതെ വരുന്നത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂർ. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ചന്ദ്രൻ നിൽക്കുന്നത് തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:05 വരെ 7-ാം ഭാവത്തിലാണ്. നല്ല ഒരു ഗ്രഹസ്ഥിതിയാണത്. 7-ാം ഭാവത്തിൽ പൂർണ്ണ ബലവാനായിട്ടുള്ളൊരു ചന്ദ്രൻ നിൽക്കുന്നത് തൊഴിൽപരമായുള്ള നേട്ടത്തെ കൊടുക്കും, ദാമ്പത്യ ജീവിത സുഖത്തെ കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് ജീവിതത്തിലുള്ള സകല കാര്യങ്ങളിലും നേട്ടത്തെ കൊടുക്കും. കാരണം കേന്ദ്രഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ബലമുള്ള ചന്ദ്രനാണ്, വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:05 വരെ. പിന്നീടുള്ള സമയം ഇവർക്ക് അഷ്ടമത്തിലേക്കാണ് ഈ ചന്ദ്രൻ മാറുന്നത്. അപ്പോൾ അഷ്ടമത്തിലേക്ക് ഈ ചന്ദ്രൻ വരുമ്പോൾ അവിടെ ഈ ചന്ദ്രനുമേൽ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി പതിയുന്നുണ്ട്. അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടിയും പതിയുന്നുണ്ട്. പക്ഷെങ്കിൽ ശനിയുടെ ദൃഷ്ടിയേക്കാൾ കൂടുതൽ ബലമുള്ള ദൃഷ്ടി വ്യാഴത്തിൻ്റെയാണ്. ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത് കൊണ്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഈ നാളുകാർക്ക് വലിയ ദോഷങ്ങളെയൊന്നും നാളത്തെ ദിവസം കൊടുക്കത്തില്ല. കാരണം ഏത് അനിഷ്ടത്തിൽ നിന്നാലും, ഏത് ഗ്രഹം അനിഷ്ടത്തിൽ നിന്നാലും ഒരു ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി അനിഷ്ട സ്ഥാനത്ത് വന്നാൽ അനിഷ്ടങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ നിന്നാലും നാളത്തെ ദിവസം ചന്ദ്രനെ കൊണ്ട് ഈ നാളുകാർക്ക് കാര്യമായ ദോഷമൊന്നും വന്നു ചേരത്തില്ല. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ഇവരുടെ ധനഭാവം കുടുംബഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് ദോഷങ്ങളൊന്നും തന്നെ നാളത്തെ ദിവസം വന്നു ചേരത്തില്ല. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, ദാമ്പത്യ ജീവിത സുഖം, കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം, അതുപോലെ തന്നെ മാതൃഗുണം. അപ്പോൾ അങ്ങനെയുള്ള പിതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. അതുപോലെ തന്നെ ഈ ജാതകർക്ക് ബുദ്ധിപരമായുള്ള പ്രവർത്തന വിജയം, അങ്ങനെ സകല കാര്യങ്ങളിലും നേട്ടം തന്നെയായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് മേടക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവിടെ 7-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്, കേന്ദ്രഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്രഭാവത്തിലേക്ക് ചന്ദ്രൻ വരുന്ന സമയം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 മുതലാണ്. അതുവരെ 6-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ കാര്യമായിട്ട് ഇവർക്ക് ഗുണകരമായ അനുഭവങ്ങളൊന്നും കൊടുക്കില്ല എങ്കിൽ പോലും തിങ്കളാഴ്ച ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർ നടക്കുകയല്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നടക്കുന്നൊരു ദിവസമാണ്. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ നടക്കുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാനോ പൂജ ചെയ്യുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അന്നത്തെ ദിവസം സാധിച്ചു കിട്ടുന്നൊരു ദിവസവും കൂടിയാണ്. കാരണം ചന്ദ്രൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 മുതൽ ബലവാനാകും. അപ്പോൾ അതിനുശേഷം അവരുടെ കയ്യിലേക്ക് ധനം വന്നു ചേരാം. ധനം വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. അവരുടെ ആഗ്രഹ വിചാരങ്ങളൊക്കെ സാധിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എങ്കിലും ശത്രുവിൻ്റെ ദൃഷ്ടി അവിടെ പതിയും, ശത്രു അതിനെ ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കും. എങ്കിലും ഈശ്വരാധീനം കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവർക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാനോ പൂജ ചെയ്യാനോ ഉണ്ടെങ്കിൽ ഈശ്വരാധീനം കൊണ്ട്, ദൈവാധീനം കൊണ്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ശത്രുവിൻ്റെ, അതായത് ശനി എന്ന് പറയുന്ന ഗ്രഹം ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ശനി ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു, ചന്ദ്രൻ ശനിയെ ശത്രുവായിട്ട് കാണുന്നില്ല. അപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനിയുടെ 10-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഈ ചന്ദ്രനുമേൽ പതിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഓരോ മനുഷ്യർക്കൊക്കെ ശത്രുതകൾ വന്നു ചേരുന്നത്. ഒരു ഗ്രഹം ശത്രുതയിൽ നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ശത്രുക്കളാവും. അതായത് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറുമെന്നാണ് ജ്യോതിഷം പറയുന്നത്.
അപ്പോൾ അങ്ങനെയാണ് ശത്രുത വന്നു ചേരുന്നത്. അപ്പോൾ ഈ സുഹൃത്തുക്കളെയാണ് ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം സ്വാധീനിച്ച് ശത്രുത ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവർക്ക് ശത്രുത വന്നു ചേരുന്നത്. അടുത്ത് കൂടുതൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ, വിശ്വസിക്കുന്നവർ, അവരൊക്കെ ചതിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നാളത്തെ ദിവസം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ദൈവികമായൊരു സൃഷ്ടി അല്ലെങ്കിൽ ദൈവികമായൊരു ദൃഷ്ടി ഈ ഗ്രഹത്തിന് മേൽ വരുന്നതുകൊണ്ട്, ചന്ദ്രന് മേൽ വരുന്നത് കൊണ്ട് ഈ ശത്രുവിൻ്റെ ദോഷങ്ങളൊക്കെ ഇല്ലാതാകും. അപ്പോൾ ദൈവം അതിന് തക്കതായ ഒരു സാഹചര്യത്തെ അവിടെ സൃഷ്ടിച്ചു കൊടുക്കും. അപ്പോൾ അത് അവർക്ക് ഒരു തുണയായി വരും. അങ്ങനെ പ്രതിസന്ധികളിൽ നിന്ന് അവർക്ക് കരകയറാൻ പറ്റും. അപ്പോൾ നാളത്തെ ദിവസം അവരുടെ വലിയ അവർ വളരെ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതൊന്ന് നിറവേറി കിട്ടിയാൽ നല്ലതായിരുന്നു, എൻ്റെ കാര്യം സാധിക്കുമല്ലോ, അത് കിട്ടിയാൽ എനിക്ക് എൻ്റെ കാര്യം സാധിക്കുമല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന ആ കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം അവർക്ക് സപ്പോർട്ടായിട്ട് ആരുടെയെങ്കിലും പ്രാർത്ഥനയോ പൂജയോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ ദിവസം അതിൻ്റെ കാര്യവിജയം ഉണ്ടാകും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യത തെളിയുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ രാവിലെ 10 മണി മുതൽ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നാൽ പോലും 12:05 കഴിഞ്ഞാണ് ഒരുപക്ഷെ അത് ധനമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ കാര്യം വിജയിച്ച് അവരുടെ കൈകളിലേക്ക് എത്തുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പം ചന്ദ്രൻ ഇവർക്ക് തൊഴിൽഗുണം, കുടുംബസുഖം, ധനപരമായ നേട്ടം, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നാളത്തെ ദിവസം അനുകൂലമായ അനുഭവങ്ങൾ വന്ന് കൊടുക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരം, 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം 6-ാം ഭാവത്തിൽ ചന്ദ്രൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 മുതൽ 6-ാം ഭാവത്തിലേക്ക് കടന്നു പോകുന്നു. വൈകുന്നേരം 6:05 വരെ ഉണ്ട്. അതിന് മുമ്പ് വരെ അവരുടെ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 വരെ 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 വരെയുള്ള നേട്ടങ്ങൾ, അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന നേട്ടങ്ങൾ, മാതൃഗുണം, കാര്യവിജയം, തൊഴിൽഗുണം, ധനപരമായ നേട്ടം, അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല അനുഭവങ്ങൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ശക്തി കുറയും. അനുഭവത്തിൽ വന്നു ചേരുന്നതിൻ്റെ ആ ശക്തി കുറഞ്ഞ് അത് കാലക്രമേണ കുറഞ്ഞൊരു അനുഭവത്തിലേക്ക് അങ്ങ് കടന്നു പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് ഉദ്ദേശിച്ച പോലെയുള്ള, രാവിലെ പോലുള്ള ഒരു ഊർജ്ജസ്വലത അവർക്ക് ഉണ്ടാകണമെന്നില്ല. ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ അവർക്ക് രോഗദുഃഖ ദുരിത കടബാധ്യതകളുള്ള പ്രയാസങ്ങൾ അവരെ തേടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ, എന്നാൽ ഉച്ചവരെ ആരും അവരെ ശല്യം ചെയ്യാതിരിക്കും. ഉച്ച കഴിഞ്ഞായിരിക്കും അവരെ കടം കൊടുക്കാനുള്ളവർ, അല്ലെങ്കിൽ അവർ ഫോൺ വിളിച്ച് എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യുക. അത് ഉച്ചവരെ അവർ അനങ്ങത്തില്ല. ഉച്ചവരെ ഇവർക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകും. ഉച്ച കഴിഞ്ഞാണ് ഇവർക്ക് പ്രതിസന്ധികളുണ്ടാകുക. അപ്പോൾ 12:05 മുതൽ ചന്ദ്രൻ വൃശ്ചികൻ രാശിയിലേക്ക് കടന്നു വരുമ്പോൾ ഇവരുടെ 6-ാം ഭാവത്തിലേക്കാണ്, രോഗഭാവം, കടബാധികളാലുള്ള ആ ഭാവം, അല്ലെങ്കിൽ ശത്രുതയോടുള്ള ആ ഭാവത്തിലേക്കാണ് ചന്ദ്രൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചെറിയ രീതിയിൽ വരും. വലിയ കാര്യമായിട്ടൊന്നും വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് പൊതുവേ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 12-ലാണ് വ്യാഴം നിൽക്കുന്നത്. ഇപ്പം 12-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം 6-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതും നല്ലതല്ല. ഒരു ഗ്രഹം 12-ൽ നിന്നുകൊണ്ട് 6-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് വളരെ മോശമാണ്. അപ്പോൾ അതും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നാളത്തെ ദിവസം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് തിക്താനുഭവങ്ങളൊക്കെ തന്നെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 മുതൽ വൈകുന്നേരം 6:05 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ചന്ദ്രൻ അവർക്ക് അവരുടെ 5-ാം ഭാവത്തിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 മുതൽ കടന്നു വരുന്നു. അതുവരെ 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 4-ാം ഭാവത്തിലും 5-ാം ഭാവത്തിലും ചന്ദ്രൻ നിൽക്കുന്നത് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങളാണ്. 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ ത്രികോണ ഭാവമാണ്. ത്രികോണ ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ കാര്യവിജയമുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നൊരു ദിവസമാണ്. ഏതൊരു കാര്യത്തിലും വിജയം ഉറപ്പായി നിൽക്കുന്നൊരു സമയമാണ് 5-ാം ഭാവം. 4-ാം ഭാവത്തിൽ നിന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും, 5-ാം ഭാവത്തിൽ നിന്നാൽ കാര്യവിജയം, പുത്രഗുണം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധമായ നേട്ടങ്ങളും 4-ലും 5-ലും നിന്നാൽ നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ നാളത്തെ ദിവസം കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാനൊരു ദിവസമാണ്. എങ്കിലും കുടുംബസുഖത്തിലും ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അല്പം കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി, ആ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടുള്ള തൃപ്തികരമായിട്ടുള്ള അനുഭവത്തിൽ കൂടി കടന്നു പോകണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളാം. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ, സൽപുത്രഭാഗ്യമൊക്കെ ഉണ്ടാകാം, കാര്യവിജയം ഉണ്ടാകാം, തൊഴിൽഗുണം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാമെങ്കിലും, മാതൃഗുണം ഉൾപ്പെടെയുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരാമെങ്കിലും കുടുംബം സംബന്ധിച്ചുള്ള കുടുംബത്തിൻ്റെ സുഖമോ ധനപരമായ സ്ഥിതിയോ അത്ര മെച്ചമാകണമെന്നില്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവും
നിലനിൽക്കും എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 4-ാം ഭാവത്തിലാണ് ചന്ദ്രൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 മുതൽ 4-ാം ഭാവത്തിലേക്ക് നിൽക്കുന്നു. ഈ സമയം മുതൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 കഴിഞ്ഞാൽ പിന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഇവരെ തേടി വരുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് അവർക്ക് തൊഴിൽപരമായിട്ടുള്ള രാജ്യവും നിലനിൽക്കുന്നു. അതുകൊണ്ട് ധനം അവരുടെ കയ്യിലുള്ളതുകൊണ്ട് അവർക്കൊരു വീട് വാങ്ങിക്കാനോ വസ്തു വാങ്ങിക്കാനോ ഭൂമി വാങ്ങിക്കാനോ വാഹനം വാങ്ങിക്കാനോ ഒരു ബുദ്ധിമുട്ടുമില്ല. അവർക്ക് ധനം കയ്യിലുണ്ട്. തൊഴിൽപരമായുള്ള നേട്ടം അവരെ തേടി വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ തൊഴിൽ കൂടുതൽ ചെയ്യുമ്പോൾ ധനം കൂടുതൽ കയ്യിലുണ്ടാകും. ആ ധനം അവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തെ സൃഷ്ടിച്ചു കൊടുക്കുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടത്തെ കൊടുക്കുന്നു ഈ ചിങ്ങക്കൂറുകാർക്ക്. അപ്പോൾ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അവർക്ക് 4-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. 5-ാം ഭാവാധിപൻ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു. 2 ഗ്രഹങ്ങളാണ് കേന്ദ്രത്തിൽ നിൽക്കുന്നത് നാളത്തെ ദിവസവും. നാളെ ഉച്ചയ്ക്ക് 12:05 മുതൽ ചന്ദ്രൻ കേന്ദ്രഭാവത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് 10-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. അതും കൂടെ ഈ വ്യാഴവും ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാജയോഗ തുല്യമായ അനുഭവങ്ങൾ നാളത്തെ ദിവസം ലഭിക്കും എന്നുള്ളതും പ്രത്യേകം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ഏറ്റവും കൂടുതൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കൂറുകാരാണ് ചിങ്ങക്കൂറുകാരെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി കന്നിക്കൂറ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 വൃശ്ചിക രാശിയിലേക്ക് കടന്നുപോയി. അപ്പോൾ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ആ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ കൊടുക്കുന്ന ദിവസമാണ്. അവർ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പോകും. മാത്രമല്ല ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. കാരണം 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ ദൃഷ്ടി ചെയ്യുന്നു. അങ്ങനെ ഭാഗ്യത്തിൽ നിൽക്കുന്ന വ്യാഴവും ഈ ചന്ദ്രനും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം കന്നിക്കൂറുകാരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ്, വളരെ നാളുകൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അനുഭവം അവർക്കുണ്ടാകുന്നത്. കാരണം ബലമുള്ള ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ 11-ാം ഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ ലാഭഭാവത്തിൻ്റെ അധിപനായ ഗ്രഹത്തെ ഭാഗ്യാധിപൻ ദൃഷ്ടി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. പക്ഷെങ്കിൽ അവിടെ നിൽക്കുന്ന, അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് എന്നൊരു വിഷയം കൂടി അവിടെ ഉള്ളതുകൊണ്ട് ഭാഗ്യം പൂർണ്ണമായിട്ടും വന്നു ചേരണമെന്നില്ല. പക്ഷേ ജനിച്ച സമയത്ത് ഈ ഗ്രഹങ്ങളൊക്കെ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവർക്ക് നാളത്തെ ദിവസം പൂർണ്ണമായിട്ടും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുമെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ജ്യോതിഷം എങ്ങനെയൊക്കെയാണ് ഫലം വ്യാഖ്യാനം ചെയ്ത് പറയുന്നത്. ഇപ്പോൾ ഒരു ഗ്രഹം നിൽക്കുന്ന രാശിയുടെ അധിപൻ എവിടെ നിൽക്കുന്നു എന്ന് ജ്യോതിഷം ചിന്തിക്കും. അപ്പോൾ ഒരു ശുഭഗ്രഹം വന്നൊരു രാശിയിൽ നിന്നാൽ ശുഭഫലം പൂർണ്ണമായിട്ടും കിട്ടണമെന്നില്ല. ആ രാശിയുടെ അധിപൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നമ്മൾ ചെന്ന് നിൽക്കുന്നു. നല്ല വീടും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട് ആ ബന്ധുവിന്. നമ്മളവിടെ പോയി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കവിടെ കൂടുതൽ നല്ല ഫലങ്ങൾ കൊടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ ഏതെങ്കിലും ഒരു കൊലപാതക കേസിൽ ജയിലിലാണെങ്കിൽ നമ്മളവിടെ പോയി നിന്നാൽ നമ്മുടെ അനുഭവം എന്തായിരിക്കും? നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു മനസ്സിനൊരു ധൈര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്കവിടെ ഒരു പുറകോട്ട് വലിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും അല്ലേ? പല കാര്യങ്ങളും നമ്മളെ മറ്റുള്ളവർ കാണുന്നുണ്ടോ, ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെക്കുറിച്ച് എന്നാ വിചാരിക്കുന്നു, അങ്ങനെ ഒരു തേങ്ങൽ, ഒരു ആശങ്ക, അല്ലെങ്കിൽ നമുക്കൊരു പൂർണ്ണമായിട്ടും അവിടെ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അനുഭവം തന്നെ ജ്യോതിഷവും അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ നിന്നാലും വ്യാഴത്തെ വെച്ച് നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ 2-ലാണ് നിൽക്കുന്നത്. അപ്പം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അവരുടെ ദാമ്പത്യ ജീവിത ഭാവത്തിൻ്റെ അധിപനാണ്. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ അധിപനാണ് വ്യാഴം. അപ്പോൾ ആ വ്യാഴത്തിൻ്റെ തൊട്ട് മുമ്പിലാണ് ഈ ചൊവ്വ നിൽക്കുന്നത്. 2-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ഈ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ എപ്പോഴും ഭാഗ്യക്കേടുകളെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതുതന്നെയാണ് അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയും ഭാഗ്യക്കേടുകൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ പിന്നീട് ഒരു ഓപ്ഷൻ എടുക്കുന്നത് ഈ ജനിച്ച സമയത്ത് ഈ ഗ്രഹങ്ങൾ മുഴുവൻ ഇഷ്ടത്തിലാണെന്നോ അനിഷ്ടത്തിലാണെന്നോ നോക്കി, അതാണ് ഗ്രഹനില നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവർക്ക് നാളത്തെ ദിവസം നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും. അനിഷ്ടസ്ഥിതി ഉള്ളവർക്ക് നാളത്തെ ദിവസം ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല. ഭാഗ്യാനുഭവങ്ങളോ ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുന്ന സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അങ്ങനെയാണ് ഈ കന്നിക്കൂറുകാർ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്നത്.
ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ അവർക്ക് നല്ലൊരു ഗ്രഹസ്ഥിതി, ഒരു കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന നല്ല ഫോഴ്സായിട്ടുള്ള നല്ല ശക്തിയെ പ്രദാനം ചെയ്യുന്ന ഗ്രഹസ്ഥിതി ഒന്നും ഇല്ല. ഇപ്പം 7ാം ഭാവം കേന്ദ്രഭാവത്തിൽ അവർക്ക് രാഹുവല്ലേ നിൽക്കുന്നത്. രാഹു തടസ്സങ്ങൾ കൊടുക്കുന്നൊരു ഗ്രഹമല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഭാവത്തിൽ, അപ്പോൾ 12 രാശിയുടെ മധ്യഭാഗം എന്ന് പറയുന്നത് 7ാം ഭാവമൊക്കെയാണ് മധ്യഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒറ്റ നടുക്കൊരു കുത്തിത്തിരിപ്പിന് അല്ലെങ്കിൽ എന്താണ് സകലവും തടസ്സമാക്കി വിടുന്ന ഒരു ഗ്രഹം നിൽക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ അങ്ങനെ വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നതല്ല, വന്നു ചേരത്തില്ല. പിന്നെ വീഡിയോ ചെയ്യുന്നവർ പറയും, വീഡിയോയ്ക്ക് വേണ്ടി പറയും വ്യാഴം 9ലാണ് നിൽക്കുന്നത്, വാരിക്കൊരു കൊടുക്കുമെന്നൊക്കെ പറയും. അത് വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടി അങ്ങനെ പറയുന്നല്ലാതെ ശരിക്കും ഈ കന്നിക്കൂറുകാരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പലരും പ്രതിസന്ധികളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പൂർണ്ണമായിട്ടൊരു സംതൃപ്തിയോടുകൂടി ഒരു ജീവിതം നയിക്കുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നാളത്തെ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഫലം വന്നു ചേരുക. ചിലർക്ക് നല്ല അനുഭവങ്ങളും ചിലർക്ക് മോശമായ അനുഭവങ്ങളും ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ 3/4 നാളുകാർക്ക് അവരുടെ 2ാം ഭാവത്തിലാണ് ചന്ദ്രൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 മുതൽ നിൽക്കുന്നത്. അതുവരെ ജന്മഭാവം അവരുടെ കൂടെ തന്നെ നിൽക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ധനഭാവം കുടുംബഭാവത്തിലേക്ക് ചന്ദ്രൻ വരുന്നു. അങ്ങനെ നിൽക്കുന്ന ചന്ദ്രൻ അവരുടെ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴവുമായിട്ടാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് നാളത്തെ ദിവസം വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരാതെ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് പോകും. വലിയ തട്ടുകേടുകളൊന്നും വരാതെ തന്നെ നാളത്തെ ദിവസം കഴിഞ്ഞു പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. സാമാന്യ രീതിയിലുള്ള കുടുംബസുഖവും ധനപരമായ നേട്ടവും അതുപോലെ തന്നെ ആരോഗ്യപരമായ നേട്ടങ്ങളും ഒക്കെ അവർക്കുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് ബാധിക്കാതെയൊക്കെ നാളത്തെ ദിവസം അങ്ങ് കഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ ഒരു ബലവാനായ ചന്ദ്രൻ വീക്ഷിക്കുന്നത് കൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഒരു ഗ്രഹം അഷ്ടമത്തിൽ നിന്നാൽ പല വിധത്തിലുള്ള കഷ്ടതകളെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കഷ്ടതകൾക്കൊക്കെ ഒരു കുറവ് വരും. എങ്കിലും പൂർണ്ണമായിട്ടും അത്ര നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം ഈ നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ചന്ദ്രനാണ് ഇവർക്ക് നേട്ടത്തെ കൊടുക്കേണ്ടത്. ആ ചന്ദ്രനെ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടുമുള്ള ഒരു സംതൃപ്തി ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം കൈവരിക്കുന്ന ഒരു അനുഭവം നാളത്തെ ദിവസം വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചോളം വൃശ്ചികക്കൂറുകാരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ അവരുടെ 12ാം ഭാവത്തിലാണ്, നഷ്ടഭാവത്തിലാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 വരെ നിൽക്കുന്നത്. അപ്പോൾ ഈ സമയം വരെയും 12:05 വരെയും ഇവർക്ക് അലസത ഉണ്ടാകാം, കാര്യപ്രാപ്തിക്കുറവുണ്ടാകാം, ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകാം, തൊഴിലിടങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകാം, മാതൃദേശം ഉണ്ടാകാം, വീട് വിട്ട് മാറി താമസിക്കണമെന്നുള്ള ചിന്താഗതി ഉണ്ടാകാം, ശരീരത്തിൽ മുറിവുചതകളും ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 വരെ ഉണ്ടാകാം. എന്നാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 മുതൽ ചന്ദ്രൻ അവരുടെ ജന്മഭാവത്തിലേക്ക് കടന്നു വരുമ്പോൾ, വൃശ്ചികക്കൂറുകാരുടെ ജന്മഭാവത്തിലേക്ക് കടന്നു വരുമ്പോൾ, വൃശ്ചികൻ രാശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ നീചരാശിയാണെങ്കിലും ചന്ദ്രനെ ഒരു ശുഭഗ്രഹം വീക്ഷിക്കുന്നത് കൊണ്ടും ചന്ദ്രന് നീചഭംഗം വന്നു ചേരാൻ സാധ്യത ഉണ്ട്. ചെറിയ രീതിയിലുള്ള പൂർണ്ണമായിട്ടുമുള്ള നീചഭംഗ രാജയോഗമല്ല, നീചഭംഗം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയം മുതൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 മുതൽ ഈ നാളുകാർ അതുവരെ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയവർ പെട്ടെന്നൊരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് അവർ ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുശേഷം 12:05 കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പെട്ടെന്ന് ജീവിതത്തെക്കുറിച്ചുള്ളൊരു ചിന്ത, ഇങ്ങനെ ഇരുന്നാൽ പോരാ, എനിക്ക് ജോലി ചെയ്യണം, പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ നോക്കണം, മക്കളെ നോക്കണം, അങ്ങനെയുള്ള ഉത്സാഹവും ഒരു അവർക്കൊരു ജീവിതത്തോടുള്ള ഒരു താല്പര്യമൊക്കെ ആ സമയത്ത് വന്നു ചേരും. അതുവരെയും അവർക്ക് അലസത തോന്നാം, ജീവിക്കണമെന്നില്ല, അല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുമ്പോൾ അവർക്ക് മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ വന്ന് അവരെല്ലാത്തിലും പിന്മാറിപ്പോകുന്ന ഒരു അനുഭവത്തിൽ നിന്ന് പെട്ടെന്ന് അവർ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 മുതൽ ഉയർത്തെഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവാകും. അപ്പോൾ മുതൽ പിന്നെ അവർക്ക് സുഖകരമായ അനുഭവങ്ങൾ, സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പിന്നീട് വന്നു ചേരുകയാണ്. അങ്ങനെയാണ് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ അനുഭവം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. ഒരു ദിവസത്തിൻ്റെ ഉച്ചവരെ അവർ വളരെ മൗഢ്യത്തോടു കൂടി ആയിരുന്നാൽ ഉച്ച കഴിഞ്ഞ് അവർ ഊർജ്ജസ്വലരാകും എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും. അവരുടെ ജീവിത കാര്യവുമായി ബന്ധപ്പെട്ട് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെ ഇന്ന കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മനുഷ്യന്
ശാരീരികവും മാനസികവുമായ ഉന്മേഷം കൊടുക്കുന്നത് ചന്ദ്രനാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ശാരീരികവും മാനസികവുമായ ഉന്മേഷം ഉണ്ടെങ്കിൽ, മനസ്സിന് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ, അവർ ഏത് കാര്യത്തിലും ഇടിച്ചു കയറും, അവിടെ അവർ വിജയം കൈവരിക്കുമെന്നുള്ള. അതിന് പ്രത്യേകിച്ച് ഓരോ ഗ്രഹത്തെ മുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ചന്ദ്രൻ അനിഷ്ടസ്ഥാന സ്ഥിതനോ ബലക്കുറവോ ഉള്ള സമയത്ത്, കറുത്ത പക്ഷത്തിലെ ചന്ദ്രനൊക്കെ ആണെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളെ വെച്ച് നമ്മൾ ഫലം പറയണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ധനുക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാട കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 മുതൽ ലാഭം, തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 വരെ ലാഭം കൊയ്യുന്ന ഒരനുഭവം, നേട്ടം കൊയ്യുന്ന ഒരനുഭവം അവർക്കുണ്ടാവും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ആ നേട്ടമെല്ലാം അവർക്ക് നഷ്ടമായി മാറി അലസത വന്ന്, കാര്യപ്രാപ്തി കുറവ് വന്ന്, അവരുടെ ബുദ്ധിയുടെ പരാജയം കൊണ്ട് ധനനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വീട് വിട്ട് മാറി താമസിക്കണമെന്ന്, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ശരീരത്തിൽ മുറിവ് ചതവുകൾ, അങ്ങനെയുള്ള പ്രതിസന്ധികൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 മുതൽ ഈ ധനുക്കൂറുകാരെ തേടി വരും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 വരെ അവർ നേട്ടം കൊയ്തെടുക്കുന്നവരാണെന്നുള്ളതുമാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതിന് ശേഷമാണ് പെട്ടെന്ന് അവരുടെ അനുഭവം മാറുന്നത്. അതായത് 12:05 ഉള്ളിൽ ഒരാൾ ഇവർക്ക് 1,00,000 രൂപ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ വ്യക്തി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 കഴിഞ്ഞാൽ വാക്കുമാറും. അപ്പോൾ വാക്കുമാറും. അതാണ് ആൾക്കാർ പറഞ്ഞത്, അവൻ ഇത്രയും നേരം എന്നോട് അവൻ സമ്മതിച്ചതാണ് എനിക്ക് തരാമെന്ന്. സമയമായപ്പോൾ അവൻ വാക്കുമാറി. എങ്ങനെയാണ് വാക്കുമാറുന്നത്? ഗ്രഹങ്ങൾ മാറുകയാണ്. ഗ്രഹങ്ങൾ മാറുമ്പോൾ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ നേരെ വിപരീതമായ അനുഭവമാവും. അപ്പം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 വരെ പല കാര്യങ്ങളിലും വിജയം കൈവരിക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ. ആ സമയത്ത് നടന്നാൽ രക്ഷപ്പെട്ടു, നടന്നില്ലെങ്കിൽ പിന്നെ 12:05 കഴിഞ്ഞാൽ പിന്നെ എല്ലാം വിപരീതമായ ഫലമായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവിടെ കുടുംബസുഖം, ധനപരമായ വിഷയം, ദാമ്പത്യ ജീവിതം, മക്കളുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 മുതൽ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് ധനുക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാട, മുക്കാല്, തിരുവോണ, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 10-ലും 11-ലുമായിട്ടാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് നേട്ടമാണ്, തൊഴിൽപരമായുള്ള നേട്ടം. അവർ ഏർപ്പെടുന്ന മേഖലകളിൽ ലാഭം വന്നു ചേരുന്ന സാധ്യതയുണ്ട്. ലാഭകരമായ അനുഭവങ്ങൾ അവരെ തേടി, തൊഴിൽ ഗുണമുണ്ട്, മാതൃസുഖമുണ്ട്, ദാമ്പത്യ ജീവിത വിജയമുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളിലും നാളത്തെ ദിവസം അവർക്ക് നേട്ടം തന്നെയാണ്. കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം. അവർ എന്ത് ആഗ്രഹിച്ചാലും അതിലിപ്പോൾ ഓരോന്ന് എണ്ണി പറയേണ്ട ആവശ്യമില്ല. ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം 10-ാം ഭാവത്തിലും 11-ാം ഭാവത്തിലും അവർക്ക് നിൽക്കുന്നു. ബലവാനായ ചന്ദ്രനാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ദോഷമൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് അവർക്ക് നേട്ടം തന്നെ ആർക്കും. 11-ാം ഭാവത്തിൻ്റെ അധിപൻ അവർക്ക് 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കുജൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ അതാണ്. 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, നല്ലതല്ലേ? പിന്നെ അഷ്ടമത്തിൽ അവർക്ക് ബുധനും സൂര്യനും നിൽക്കുന്നു. അത് നാളത്തെ ദിവസം ചന്ദ്രൻ്റെ ദിവസമല്ലേ, അവർക്ക് അവിടെ വലിയ കാര്യമായ റോളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മകരക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ഭാഗ്യഭാവത്തിലും 10-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. നല്ല അനുഭവങ്ങൾ അവർക്കും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങളൊക്കെ അവരെ തേടി വരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ്. അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ശനി ആ വൃശ്ചിക രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഇവർക്ക് കാര്യമായൊന്നും നാളത്തെ ദിവസം ദോഷമായി ബാധിക്കത്തില്ല. എല്ലാം കൊണ്ടും നേട്ടം തന്നെ. കാരണം അവരുടെ കേന്ദ്രഭാവത്തിൽ വ്യാഴം ബലവാനായിട്ട് നിൽക്കുന്നു. അവർക്ക് കട്ട സപ്പോർട്ടുമായിട്ട് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന അവർക്ക് ദോഷങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. പിന്നെ ഈ ജന്മശനി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു അസ്വസ്ഥതകളും പ്രയാസങ്ങളും എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജന്മത്തിൽ ശനി നിൽക്കുന്നു. ശനി എന്ന് പറയുന്ന ഗ്രഹം ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ പോലും അവർക്കിടയ്ക്കിടയ്ക്ക് അതിൻ്റേതായ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഇതുതന്നെയായിരിക്കും അനുഭവം. എങ്കിലും തൊഴിൽ ഗുണമുണ്ട്, ഭാഗ്യാനുഭവങ്ങളൊക്കെ അവരെ തേടി വരാം. വീട്, വസ്തുവാനം, ഭൂമി എന്നിവയുള്ള നേട്ടം, മാതൃഗുണം, പിതാവിനെ കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകാം എന്നുള്ളതും ഈ കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പം നല്ല അനുഭവം തന്നെ പ്രതീക്ഷിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതി, കല്ലുത്രുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 വരെ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം അവരുടെ അഷ്ടമത്തിൽ നിലകൊള്ളുന്നു. അങ്ങനെ ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആ സമയം വരെയും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 വരെയും
പ്രതികൂലമായ പല അനുഭവങ്ങളും അവരെ തേടി വന്നിരിക്കാം. പക്ഷേ എങ്കിൽ 12:05 മുതൽ അവർ ആ അനുഭവത്തിൽ നിന്നും മാറി നല്ല അനുഭവത്തിലേക്ക് അവർ നടന്നു നീങ്ങുന്നു. പിന്നീട് അവരെ തേടി നല്ല അനുഭവങ്ങളാണ് വരുന്നത്. ഭാഗ്യകരമായ അനുഭവങ്ങൾ. ഭാഗ്യഭാവത്തിൽ നിന്നാൽ ഭാഗ്യകരമായ അനുഭവങ്ങൾ. ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരും. അതുകൊണ്ട് ത്രികോണഭാവത്തിലാണ് പൂർണ്ണ ബലവാനായ ചന്ദ്രൻ നിൽക്കുന്നത്. ഒരു ഗ്രഹം ത്രികോണത്തിൽ നിന്നാൽ ആ ഭാവത്തിന് നല്ല ഫലങ്ങൾ ലഭിക്കുമെന്നാണ്. അതായത് ഏത് ഭാവമാണോ ജന്മഭാവം അല്ലെങ്കിൽ ആ ഭാവത്തിൻ്റെ ത്രികോണ ഭാവത്തിലൊരു ശുഭഗ്രഹം നിന്നാൽ, ചന്ദ്രൻ നാളെ ശുഭഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്, പൂർണ്ണ ബലമുള്ള ഒരു ഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നാളത്തെ ദിവസം മീനക്കുറുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അവർക്ക് ഭാഗ്യം കൊണ്ട് ധനം വന്നിരുന്ന ദിവസമാണ്. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് നാളത്തെ ദിവസം വ്യാഴത്തെക്കൊണ്ടും അവർക്ക് ഭാഗ്യം കൊണ്ട് ധനം വന്നിരുന്നത്. കാരണം 9:2 വ്യാഴം, വ്യാഴത്തിൻ്റെ ഭാവം. ആ വ്യാഴം ഇവർക്ക് 3 നിൽക്കുന്നതെങ്കിൽ പോലും ആ വ്യാഴം ഇവരെ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിത വിജയവും എല്ലാ കാര്യങ്ങളും നല്ല അനുഭവങ്ങൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:05 മുതൽ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. അതാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ള നാളത്തെ ദിവസത്തെ. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൂടിയാണ് 27 നക്ഷത്ര ജാതകനും കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറയുവാനുള്ളത്. ഇനി നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതിയും കൂടി ഒന്ന് ആലോചിച്ച് പെട്ടെന്ന് നിർത്താം. സമ്മിശ്രമായ കാലാവസ്ഥയായിരിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്, ചില സ്ഥലങ്ങളിൽ മഴ വേണമെന്നില്ല. അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ സ്ഥിതി സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം കടന്നു പോകുമെന്നുള്ളതാണ്. ഭരണാധികാരികളെ സംബന്ധിച്ചാണെങ്കിലും നാളത്തെ ദിവസം ഭരണാധികാരികളും ജനങ്ങളും തമ്മിലൊരു ബന്ധം ഉണ്ടാകുന്നതാണ്. ജനങ്ങൾ ഭരണാധികാരികൾക്ക് തുണയാകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയം കൊണ്ട് അവർക്ക് ഭാഗ്യക്കേടുകളും പ്രതിസന്ധികളും സർക്കാരിന് ഉണ്ടാകുന്നൊരു സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.